ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. പ്രഭാപുരം മങ്ങമ്പുള്ളി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ 7ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഒക്ടോബർ 2 തിരി തെളിയും. ക്ഷേത്രം തന്ത്രി രത്നം ബ്രഹ്മശ്രീ അണ്ടലാടി മനക്കൽ പരമേശ്വരം നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിക്കും. പ്രഭാപുരം മങ്ങമ്പുള്ളി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ 7ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഒക്ടോബർ 2 തിരി തെളിയും. 2 വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി രത്നം ബ്രഹ്മശ്രീ അണ്ടലാടി മനക്കൽ പരമേശ്വരം നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിക്കും. ബ്രഹ്മശ്രീ രാധാകൃഷ്ണ അയ്യപ്പ ഗുരുവായൂർ, ബ്രഹ്മശ്രീ പുല്ലങ്കോട് സത്യൻ നമ്പൂതിരി വണ്ടൂർ, ആചാര്യൻ ബ്രഹ്മശ്രീ കൽപ്പകശ്ശേരി വേണു മൂസത്ത്, PM രാജേഷ് എമ്പ്രാന്തിരി എന്നിവർ സന്നിഹിതരായിരിക്കും. ആചാര്യവരണം കൂടി സപ്താഹത്തിന് തുടക്കമാകും. തുടർന്ന് 9 വരെ വിശേഷാൽ പൂജകളും സപ്താഹയജ്ഞവും ക്ഷേത്രത്തിൽ നടക്കും. ഒക്ടോബർ 7 രുക്മിണി സ്വയംവര ഘോഷയാത്ര നടക്കുക. സപ്താഹത്തിന്റെ ഭാഗമായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. പ്രഭാപുരം മങ്ങമ്പുള്ളി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ 7ാമത് സപ്താഹം ഈ വർഷം ഒക്ടോബർ 2, അതായത് നാളെ കാലത്ത് 6 മണിയോട് പൂജ എടുപ്പോടുകൂടി വൈകുന്നേരം 5 മണിക്ക് ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ആചാര്യന്മാരെ വരവേൽക്കുന്നതാണ്. അതിനുശേഷം പാരായണം തുടങ്ങും. 3-ാം തീയതി രാവിലെ മുതൽ റെഗുലർ പരിപാടികളുണ്ട്. പ്രത്യേകിച്ച് 7-ാം തീയതി ചൊവ്വാഴ്ച രുക്മിണി സ്വയംവരം ക്ഷേത്രത്തിൽ നിന്നും കുട്ടികളുടെ അകമ്പടിയോടുകൂടി കൊട്ടും വാദ്യത്തോടുകൂടി അടുത്ത ശ്രീകൃഷ്ണ ക്ഷേത്രം വള്ളാഞ്ചേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് അവിടെ പോവുകയും അവിടുന്ന് രുക്മിണിയോട് കൂടി തിരിച്ചു വരികയും ചെയ്യും അമ്പലത്തിലേക്ക്. എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം 4 മണിക്ക് ഉള്ള ലഘുഭക്ഷണവും എല്ലാ ദിവസവും ഉണ്ട്.